ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു സംഭവം ഇന്ന് നടക്കാൻ പോകാട്ടോ. ഞാൻ ഒരിക്കൽ പോലും ഇത് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അത് ഇന്ന് നടക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ മാത്രമല്ല, രാഹുലേട്ടൻ്റെ കണ്ണൻ്റെ എൻ്റെ ലൈഫിൽ പുതിയൊരു അനുഭവമായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ 3 പേര് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകാൻ പോവാട്ടോ. ഭയങ്കര സന്തോഷമാണ്, അതുപോലെ ചെറിയ ടെൻഷനുണ്ട്, പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകണം, അങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ്, പക്ഷേ ഫ്ലൈറ്റിലൊക്കെ പോകണമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് അവിചാരികമായിട്ട് നമുക്ക് കിട്ടിയൊരു ചാൻസാണ്. കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഓരോ അനുഭവങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് എന്തായാലും കിട്ടണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷം കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ പോയിട്ടില്ല, രാഹുലേട്ടന് ഇതുവരെ ഫ്ലൈറ്റിൽ പോയിട്ടില്ല, കണ്ണൻ ഇതുവരെ ഫ്ലൈറ്റിൽ പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ 3 പേരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ജേർണി ആയിരിക്കും ഇത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ പിന്നെ പറയാം, ഞാൻ പിന്നെ പറയാം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്നും അടുത്ത കാര്യങ്ങളും അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 2:50 കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 3:30-4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ സമയം കയ്യിൽ പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേദനിക്കുന്നത്, ഇനി കുറേ സമയം കയ്യിൽ പിടിക്കേണ്ടതല്ലേ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്, എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ വരെ പോകുന്നത്. ഇതുവരെ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്ത് വരെ കണ്ടിട്ടില്ല. എയർപോർട്ട് എന്താ സംഭവം പോലും ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ചെറിയ പേടിയുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ആയി. കുറച്ച് പാക്കിങ് ഉണ്ടായിരുന്നു, അത് ഞങ്ങളിപ്പോൾ ചെയ്ത് തീർത്തും. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ജീൻസ് പാൻറ്റ് ടോപ്പ് ഇടുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷമായിട്ടുണ്ടാവും ഞാൻ ജീൻസ് പാൻറ്റ് ടോപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഇടുന്നതുകൊണ്ട് ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പിന്നെ മാറിക്കോളും നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇടുന്ന സമയത്ത് ചെറിയ ചമ്മലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 6-7 വർഷമായി ജീൻസ് പാൻറ്റ് ടോപ്പ് ഇടാത്ത. എനിക്ക് അങ്ങനത്തെ ജീൻസ് പാൻറ്റ് ടോപ്പ് ഇടണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് വരെ പോകുന്നതുകൊണ്ട് ഇതൊക്കെ ഇട്ട് കുറച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ജീൻസ് പാൻറ്റ് ടോപ്പ് ഇടുന്നത്. പിന്നെ ഇപ്പോൾ കണ്ണൻ നല്ല ഉറക്കാണ് കേട്ടോ. കണ്ണനിപ്പോൾ നല്ല ഉറക്കമാണ്. കുറച്ച് കഴിഞ്ഞാൽ ആളെ എന്തായാലും അലമ്പാക്കും, അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ആളെ ഉറക്കി. പിന്നെ രാഹുലേട്ടനപ്പുറമുണ്ട്, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനും രാഹുലേട്ടനും കണ്ണനും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ 3 പേരും മാത്രമായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ജേർണി ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ ആദ്യമായിട്ട് പോകുന്നവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താട്ടെ. നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഫ്ലൈറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. എത്രത്തോളം എടുക്കാൻ പറ്റുന്നതല്ല, കണ്ണൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഞാൻ എടുക്കുന്നത്. ഇനി കുറച്ച് ദിവസം നമ്മൾ നാട്ടിലുണ്ടായില്ല കേട്ടോ, നമ്മൾ വേറെ ഒരു സ്ഥലത്തായിരിക്കും ഉള്ളത്. അപ്പോൾ സ്ഥലം ഏതാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടാട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് വിചാരിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, തമിഴിലൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമായിരിക്കും. അപ്പോൾ എന്താ പറയുക, കുറച്ച് സാഡ് ആയിരിക്കും. അപ്പോൾ അടുത്ത വിശേഷങ്ങളും അടുത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാറിൽ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ കണ്ണൻ ഇപ്പോഴും നല്ല ഉറക്കാട്ടോ. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ തന്നെ ആളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലേട്ടൻ ഭയങ്കര ഗൗരവത്തിലാട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്നോട് ഭയങ്കര ഗൗരവത്തിലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും രാഹുലേട്ടൻ്റെ ബ്രദറും കൂടിയിട്ടാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത്. മാംഗ്ലൂർ എയർപോർട്ടിലാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്, പക്ഷേ അതൊന്നും ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമ്മൾ ബദിയടുക്ക് എത്തിയപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോയി കേട്ടോ. അതായത് നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാൻ പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്ലോക്കോടെ ബ്ലോക്കാട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ജോലി സമയമൊക്കെ വിട്ട് വരുന്ന ഒരു ടൈമല്ല, സ്കൂളൊക്കെ വിട്ട് വരുന്ന ഒരു ടൈമല്ല, അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും കണ്ണൻ എണീച്ചു കേട്ടോ. അങ്ങനെ മാംഗ്ലൂർ എത്തിയപ്പോഴത്തേ വീണ്ടും ബ്ലോക്കാട്ടോ. ബാംഗ്ലൂരും കാസർഗോഡ് എല്ലായിടത്തും ബ്ലോക്ക് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 4-5 പ്രാവശ്യം ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ എയർപോർട്ടിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഒരു യാത്രയിൽ ചെറിയ രീതിയിൽ തലകറക്കമൊക്കെ ഉണ്ടായി കേട്ടോ. എനിക്കൊന്ന് മൊബൈൽ നോക്കുന്നതുകൊണ്ടാവാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാറിൽ പോകുന്ന ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കാറിൽ പോകുന്ന അങ്ങനെ പ്രത്യേകിച്ച് എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ എടുത്തില്ല കേട്ടോ.
പിന്നെ ഞാൻ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ രാവിലെ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുന്ന എയർപോർട്ടിൽ എത്തിയെന്ന്. അതുവരെ ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. ക്ഷീണം എന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ഞാൻ ഫോൺ നോക്കി, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഫോൺ നോക്കുന്ന ആളല്ല ഞാൻ, പക്ഷേ ഇന്ന് എന്തോ രീതിയിൽ ഞാൻ ഫോണൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ തലകറക്കം പോലെ തോന്നി കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം ഞാൻ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എയർപോർട്ടിലെത്തി. അങ്ങനെ ഇതേ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടിൽ എപ്പോഴും തിരക്കുണ്ടാവുമായിരിക്കും. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കൂടുതലും ഇങ്ങനെ കന്നഡക്കാരും ഹിന്ദിക്കാരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മലയാളികൾ എനിക്കൊന്ന് കുറവായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ടൈമിൽ മലയാളികൾ കുറവായിരുന്നു. അങ്ങനെ ഇതേ ട്രോളിയിൽ രാവിലേട്ടന് പെട്ടി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങോട്ട് പോയാൽ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, എയർപോർട്ടിൽ പോയാൽ ഇതേപോലെ ഒരു ട്രോളി ഉണ്ടാവും. അതിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ രാവിലേട്ടൻ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാണ്. അതിനിടയിൽ കണ്ണൻ പറഞ്ഞു എനിക്ക് ട്രോളിയുടെ മുകളിൽ ഇരിക്കണം എന്ന്. അങ്ങനെ ഇതേ കണ്ണനും ഞങ്ങൾ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ ഇന്ന് നേരെ പോവുകയാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതേ ഞാനും രാവിലേട്ടൻ അച്ഛനോടും രാവിലേട്ടൻ അനിയനോടും രാത്രിയൊക്കെ പറഞ്ഞത് ഇതേ ഇറങ്ങാണ്. അപ്പോൾ ആദ്യം കാണുന്നത് എൻ്ററാണ്. അവിടെ നമ്മുടെ ഐഡൻറ്റി കാർഡും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത അല്ലെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രിൻ്റ് ഔട്ടോ കാണിച്ചാൽ അവർ ഉള്ളിൽ കയറ്റും കേട്ടോ. അവർ നമ്മളെ നോക്കും, പ്രിൻ്റ് ഔട്ട് നോക്കും, നമ്മളാണോ എന്ന് അറിയാൻ വേണ്ടി അത് നോക്കും കേട്ടോ. പിന്നെ ഇവിടെ ക്യാമറയൊന്നും അലൗഡ് അല്ല. ഈ ഏരിയയിലൊന്നും ക്യാമറ കുറേ സ്ഥലത്ത് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കരുതെന്ന്. അങ്ങനെ ദേ നമ്മളെ എൻ്റർ ചെയ്യിപ്പിച്ചു. അങ്ങനെ ദേ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ലഗേജൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗൊക്കെ ചെക്ക് ചെയ്യും. ഒരു മിഷൻ്റെ ഉള്ളിൽ ഹാൻഡ് ബാഗ് ഇടും. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വേറെ ഇടണം. അതായത് ചാർജർ അല്ലെങ്കിൽ അങ്ങനത്തെ പവർ ബാങ്ക് മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു പാത്രത്തിലിടണം. പിന്നെ ബെൽറ്റൊക്കെ ഊരാൻ പറയും കേട്ടോ. അപ്പോൾ ബെൽറ്റൊക്കെ ഊരിയിട്ടാണ് നമ്മൾ അതിനുള്ളിൽ കയറ്റുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാർഡ് തരും. ഒരു എന്താ പറയുക, അതിനെ ബോഡി ചെക്ക് ചെയ്യുന്ന എന്തോ പറയും കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഒരു നീല കാർഡ് എൻ്റെ കയ്യിൽ കാണുന്നില്ലേ, ഈ ഒരു നീല കാർഡ് തരും. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ കയറട്ടെ. അതായത് ഇൻഡിക്കോയിലാണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ടായിരിക്കാം നീലക്കാട്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്കിന് നേരെ വിമാനത്തിൽ കയറാം കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും, വിമാനം കുറച്ച് ലേറ്റ് ആവും. നമ്മൾക്ക് 8:45 ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മളതുവരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ബർഗർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല പൈസയായിരുന്നു. ഒരു ചെറിയ സാൻഡ്വിച്ചിന് പോലെ 250 രൂപ അല്ലെങ്കിൽ വലിയ പൈസയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ബർഗർ കൊണ്ടുവന്നിട്ടുണ്ടായത്. ബർഗറാണെങ്കിൽ ഷോക്കായിരുന്നു കേട്ടോ. ഒട്ടും ടേസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ എങ്ങനെയൊക്കെ അത് കഴിച്ച് തീർത്തു. അപ്പോൾ കണ്ണന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കണ്ണൻ അത് കഴിച്ചില്ല കേട്ടോ. ഒരു കഷ്ണം കഴിച്ചപ്പോഴേക്ക് ആൾക്ക് ഭയങ്കരമായിട്ട് വെറുപ്പാകാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ മേടിച്ചല്ല 150 രൂപയാണ്. നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് മേടിച്ചായിരുന്നു. ബർഗറിന് ഒരെണ്ണത്തിന് 150 രൂപയാണ്. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും മേടിക്കണമെങ്കിൽ നല്ല കത്തിയായോ കേട്ടോ, നല്ല പൈസയാണ്. അപ്പോൾ ഇതേ ഞാൻ എയർപോർട്ടിലെ ടോയ്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയതാട്ടോ. അപ്പോൾ ഇതേ ക്ലോസറ്റ് ഉണ്ട്. ഇതിൻ്റെ സ്വിച്ചാട്ടോ, 2 ഉണ്ട്, എന്തിനാ അറിയില്ല. പിന്നെ ടിഷ്യൂ ഉണ്ട്, പിന്നെ അതിൽ പൈപ്പ് ഉണ്ട്, പിന്നെ വേസ്റ്റ് ബക്കറ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുവരെ ഞാൻ വിചാരിച്ചു എനിക്കിത് പിടിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ മിറർ കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ, ഓട്ടോമാറ്റിക് പൈപ്പാണ്. നമ്മൾ വെറുതെ കൈ കാണിച്ചാൽ മതി, അപ്പോൾ തന്നെ വെള്ളം വരും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഫ്ലൈറ്റിലൊക്കെ ജേർണി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ അധികം വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഭാഗത്തേക്ക് ഇരുന്നു. അപ്പോഴും കണ്ണൻ നല്ല അലമ്പായിരുന്നു കേട്ടോ. കണ്ണന് കുറേ സമയം ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനും കണ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വിചാരിച്ചു ഇവിടെ ഫീഡിങ് റൂം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വെറുതെ പോയിട്ട് ഇരിക്കാമെന്ന്. അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ ഫീഡിങ് റൂം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണന് ഞാനിപ്പോൾ ഫീഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ, വെറുതെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. AC ഉണ്ട്, പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് സോഫ ഉണ്ട്, ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ഡയപ്പറൊക്കെ മാറ്റാം. പിന്നെ ഒരു ചെറിയൊരു കബോർഡ് ഉണ്ട്, അതിലിങ്ങനെ ചെറിയ ബ്ലാങ്കറ്റും പിന്നെ ഒരു തലയാണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഫീഡ് ചെയ്യാൻ തോന്നി കേട്ടോ. അത് നല്ല എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കണ്ണൻ അവിടെ കിടക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കണ്ണൻ ഭയങ്കര ഓമനായിരുന്നു കേട്ടോ. കണ്ണൻ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ ചിത്രം അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വാഷ്റൂം ഉണ്ട്. അവിടെ ഇങ്ങനെ പൈപ്പും പിന്നെ അത്യാവശ്യം ഇങ്ങനെ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഈ കാണുന്നതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് ഡിസ്പ്ലേക്ക് മാത്രം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ.
രാത്രി 8:45 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങളൊരു 6:30ക്ക് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറുന്നതിന് 1 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ എയർപോർട്ടിൽ എത്തണം കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ നേരെ നമ്മളൊരു ബസ്സിനടുത്തേക്കാണ് കൊണ്ടുവന്നത്. അതിൽ നമ്മൾ നേരെ ഫ്ലൈറ്റിനടുത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മൾ നേരെ ഫ്ലൈറ്റിനടുത്തേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുമ്പോഴല്ല എല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് എയർപോർട്ടിലെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ആദ്യം എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരാൾ എണീച്ച് കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മോളുടെ കയ്യിൽ കുഞ്ഞുള്ളതല്ലേ, അപ്പോൾ മോൾ ഇരുന്നു എന്ന് പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനാവട്ടെ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആദ്യമൊക്കെ കേട്ടിട്ടാകുമ്പോൾ ഭയങ്കര ടെൻഷനാവും. പിന്നെ ഏകദേശം അവിടെ എത്തിയിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ. ഞാൻ കുറേ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചോട്ടെ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എയർപോർട്ടിൽ, ആളോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ. ഇത്ര നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിലെങ്കിൽ ഒരിക്കലെങ്കിലും ഫ്ലൈറ്റിൽ പോകണം കേട്ടോ. അപ്പോൾ അത് എത്ര അടുത്തായാലും സാരമില്ല, ഒരിക്കലെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ അനുഭവിക്കണം കേട്ടോ. ഈ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കണം. നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഒരിക്കലെങ്കിലും പോവാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്കൊട്ടും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിനുള്ളിലെത്തി. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിലെത്തിയപ്പോൾ ഇതേ നമ്മൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടാണ്. അപ്പോൾ കണ്ണൻ്റെ സീറ്റ് ബെൽറ്റ് ഇടാൻ ഭയങ്കര ഒട്ടും താല്പര്യമില്ലായിരുന്നു. കണ്ണൻ്റെ വീട്ടിൽ പോകണം എന്നുള്ളൊരു ഭ്രാന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അച്ഛനെ കാണണമെന്നൊക്കെ ഒരു ഭ്രാന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എയർപോർട്ടിലെ ഫ്ലൈറ്റിനുള്ളിലെ കാഴ്ച. അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലൈറ്റ് പറക്കാൻ പോവുകയാണ്. ഫ്ലൈറ്റ് പറക്കുന്ന ടൈമിൽ ആദ്യം ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. പിന്നെയൊക്കെ ശരിയാവും. പിന്നെ ചെവിയൊക്കെ ഏകദേശം അടഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണല്ലോ പോകുന്നത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈം നമ്മൾക്ക് ഇരിക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു ഭ്രാന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ടൈമൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും മടുക്കുമല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആ ഒരു സീറ്റിലൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ 3 സീറ്റിലുള്ള ബസ്സിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ആകാശത്തു നിന്നുള്ള വ്യൂ. നമുക്ക് താഴെ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങുന്ന പോലെ കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ലേറ്റ് മഴയാണ്, പക്ഷെ നമുക്ക് ഇതിങ്ങനെ നക്ഷത്രം തിളങ്ങുന്ന പോലെ കാണാം കേട്ടോ. നല്ല രസമാണ്. പക്ഷേ രാവിലെയൊക്കെ നല്ല രസമുണ്ടാവും കേട്ടോ. മേഘങ്ങളിലൂടെ പോകുന്ന പോലെയൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ രാത്രിയിൽ നമുക്ക് ലൈറ്റ് മാത്രമേ കാണുള്ളൂ കേട്ടോ. പിന്നെ കുറേ ടൈം ആകുമ്പോൾ ഒന്നും കാണില്ല കേട്ടോ. വെറും ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ ഇതേ നമ്മൾ പറക്കാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെവിയൊക്കെ അടയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തോ ഒരു ഫീൽ തോന്നും. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവരൊരു ക്ലാസ് തരും, അതിനെക്കുറിച്ചുള്ള കുറച്ച് ക്ലാസ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നത് കേട്ടോ. സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. കുറച്ച് സമയം സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. പിന്നെ ഉരി വെച്ചാൽ പ്രശ്നമില്ല. അപ്പോൾ ഇതേ നമ്മളങ്ങനെ ഫ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതാണ് താഴെ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇത് ഈ ഒരു ഫ്ലൈറ്റിൽ ഇൻഡിഗോ ഫ്ലൈറ്റിൽ എന്താണ് സ്പെഷ്യൽ എന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഒരു കവറുണ്ട്. എനിക്ക് തോന്നി ഇത് ഛർദ്ദിക്കാനുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ കാണുമ്പോൾ ഛർദ്ദിക്കാനുള്ള കവർ പോലെ തോന്നി. അപ്പോൾ ഇത് ഛർദ്ദിക്കാനുള്ള കവറാണ്. പിന്നെ കുറേ ഫ്ലൈറ്റിൽ വേറെ എന്തൊക്കെയോ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തോ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും സംഭവം ഉണ്ടായില്ല. വേറെ ഫ്ലൈറ്റിലൊക്കെ ചാർജർ പോയിൻ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു ട്രേ പോലെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ട്രേ പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ബർഗർ മേടിച്ചിട്ടുണ്ടായില്ലേ, അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ കഴിക്കുകയാണ്. കണ്ണൻ ബർഗറിൻ്റെ ആ ഒരു ബന്ന് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അതിനുള്ള താഴെയുള്ള വെജിറ്റബിൾസും അതൊക്കെ ഞാനാണ് കഴിച്ചത്. അപ്പോൾ കണ്ണൻ ഭയങ്കരമായിട്ട് ഫുഡ് അടിയാണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഫുഡ് വേണമെന്നൊക്കെ അവർ ചോദിക്കും കേട്ടോ. അപ്പോൾ എക്സ്ട്രാ നമുക്ക് ഫുഡൊന്നും ഇടുന്ന് കിട്ടുന്നില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. നമ്മൾ അതിന് വേണമെങ്കിൽ ഓൾറെഡി ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ക്യാഷോ കൊടുത്തിട്ട് ഫുഡ് മേടിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്ലൈറ്റിലെ ടോയ്ലറ്റാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ ആണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് എന്താ സംഭവം എന്ന് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ പോയിട്ട് നോക്കാം.
കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ കണ്ണൻ എണീച്ചു. ഞാൻ എൻ്റെ പാട്ടിൻ്റെ കഴിവൊക്കെ ഉപയോഗിച്ചിട്ട് ആളെ വീണ്ടും ഉറക്കാൻ നോക്കിയാണ്, പക്ഷേ ആൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മളോട് വെള്ളം വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എക്സ്ട്രാ നമുക്ക് ഫുഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചില്ല കേട്ടോ. ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചില്ല, എയർപോർട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത്. വെള്ളം അടക്കം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ ലഗേജിൽ 15 കിലോ ആണ് ലഗേജിൻ്റെ വെയിറ്റ്. പിന്നെ ഹാൻഡ് ബാഗ് ആണെങ്കിൽ 7 കിലോ ആണ്. അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ അവർ ലഗേജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ലാൻഡ് ചെയ്യാനായി. അപ്പോൾ ദൂരത്ത് നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. നല്ല രസമാണ്, ഇപ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തി കേട്ടോ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏതാ സ്ഥലം എന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് ഡൽഹി എയർപോർട്ടിലാണ്. അപ്പോൾ ഇതേ നമ്മൾ ഡൽഹിക്കാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ എന്താണെന്നുള്ളത് രാവിലെ ചേച്ചി അവിടെ സെറ്റിൽഡാണ്, രേഖേച്ചി അവിടെ സെറ്റിൽഡാണ്. നമ്മുടെ വീഡിയോസിലൊക്കെ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെ വീട്ടിലേക്ക് പോകാട്ടോ. അവരുടെ ഫ്ലാറ്റിൽ അവരിപ്പോൾ പുതിയൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതേ ഡൽഹി എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ബസ്സിലാണ്. ഇവിടെയും ബസ്സിൽ തന്നെയാണ് അവർ നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. അപ്പോൾ എനിക്കും രാവിലേട്ടനൊക്കെ സീറ്റ് കിട്ടട്ടെ ഇപ്രാവശ്യം. നമ്മൾ പെട്ടെന്ന് തന്നെ കയറി. പിന്നെ ബാക്കിലും പുറകിലും മുമ്പിലും എല്ലായിടത്തും ആൾക്കാരുടെ ഒരു ബഹളമായിരുന്നു. അപ്പോൾ ഇതേ അങ്ങനെ ഇതേ ബസ് പോവാണ്. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ കുറേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ മംഗലാപുരത്ത് നിന്ന് കയറുമ്പോൾ അങ്ങനെ വലിയ കുറേ ഫ്ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഒരു പരന്ന് കിടക്കുന്ന ഒരു എയർപോർട്ടാണ് ഈ ഒരു ഡൽഹി എയർപോർട്ട്. അപ്പോൾ ഭയങ്കര ബഹളവും ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു എയർപോർട്ടിൽ കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ബസ്സിൽ പോവാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി നമ്മുടെ ലഗേജ് നോക്കുകയാണ്. അപ്പോൾ ലഗേജ് ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ രാഹുലേട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ലഗേജൊക്കെ എടുത്തതേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് രേഖേച്ചിയുടെ ഹസ്ബൻഡ്, രതീഷ് എന്നാണ് പേര്. അപ്പോൾ ആൾ നമ്മൾ നേരത്തെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിളിക്കാൻ മറന്നുപോയതാണ്. നമ്മൾ ലഗേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം ഏത് ഭാഗത്തു നിന്നാണ് ലഗേജ് വരുന്നത് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചപ്പോഴാണ് ആളാണ് പറഞ്ഞത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നിങ്ങളെ ലഗേജ് വരുന്നതെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ ലഗേജ് അവിടെ കണ്ടു കേട്ടോ. അതായത് അവിടെ ഒരു സ്ക്രീനിൽ മാംഗ്ലൂർ എന്നാണ് എഴുതിയിട്ടുള്ളത്. മാംഗ്ലൂരിൽ നിന്ന് വരുന്ന ലഗേജൊക്കെ ഈ ഒരു ഭാഗത്തുണ്ടെന്ന് അതിൽ ഇത് സ്ക്രീനിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഇതേ നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊബറിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തും നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഊബർ എത്തി. അപ്പോൾ ലഗേജൊക്കെ അതിനുള്ളിലേക്ക് ഇതേ നമ്മൾ പോവുകയാണ്. നല്ല രീതിയിൽ എനിക്ക് ക്ഷീണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ഞാൻ കാറിൽ നിന്ന് ഫോൺ നോക്കിയോണ്ട് തന്നെ നല്ല രീതിയിൽ തലക്കറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം ഇപ്പോഴും എനിക്കെന്തോ ഒരു ഫീൽ തോന്നി കേട്ടോ. എനിക്ക് എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നി. പക്ഷേ ഞാൻ ഛർദ്ദിക്കില്ല, ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഛർദ്ദിക്കുന്ന ആളല്ല. അപ്പോൾ പിന്നെ നല്ല രീതിയിൽ ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. എനിക്കൊന്ന് പിറ്റേഴ്സായി കേട്ടോ, പുലർച്ചയായിപ്പോയി നമ്മൾ ഫ്ലാറ്റിലെത്തുമ്പോൾ. അപ്പോൾ ഇവരുടെ ഫ്ലാറ്റ് ഡൽഹിയിലല്ല UP-യിലാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ രാത്രിയിൽ ഡൽഹിയിലെ കാഴ്ച കേട്ടോ ഇത്. നല്ല രസമാണ്. ഫുൾ ലേറ്റ് മഴ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല ക്രൗഡായിരുന്നു. ഏത് ടൈമിലും എത്ര വൈകിയാലും ആൾക്കാരുടെ ഒരു ബഹളം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വലിയ വലിയ ഫ്ലാറ്റ്, വലിയ വലിയ കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ അവരുടെ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇവിടുത്തെ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഡൽഹി വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്, രാവിലെ ചേച്ചിയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഇവരുടെ വീട് UP-യിലാട്ടോ, ഡൽഹിയിലല്ല UP-യിലാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇവിടുത്തെ വിശേഷങ്ങളായിട്ടായിരിക്കും നമ്മുടെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഡെയിലി വിശേഷങ്ങളായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.